സംഗീതം സ്വാന്തനമാണ്. പ്രപഞ്ചത്തിൻ്റെ സംഗീതം മനസ്സിന് സമാധാനം നൽകാനുള്ള ഉന്മേഷകരമായ ഒരു മാർഗമാണ്. നമസ്കാരം. പുരുഷോത്തം കാഞ്ചി പ്രസൻസ് ടാലൻറ്റ് സ്പേസ് ഇൻ്റർനാഷണൽ പാട്ടുത്സവം സീസൺ 2 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. We are Oman's first money exchange. The best digital application. Delivering the superior technology. The best in remittance. Simple, secure and swift. Bring home your exchange. Purushottam Kanji Exchange. We exchange trust. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം. Bring home your exchange. 100 years of tradition. We exchange trust. ഞാൻ ധന്യ മനോജ്. ഇന്നത്തെ പാട്ടുത്സവത്തിൽ നമ്മോടൊപ്പമുള്ളത് മസ്കറ്റിൽ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി സംഗീത ലോകത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ എൽസൺ ജോസഫാണ്. വളരെയധികം സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് അദ്ദേഹത്തെ പാട്ടുത്സവം സീസൺ 2 സ്വാഗതം ചെയ്യാം. എൽസൺ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഒരു കോവിഡ് സിറ്റുവേഷനിലും പാട്ടുത്സവം സീസൺ 2 ഞങ്ങളോടൊപ്പം വന്നതിൽ വളരെയധികം സന്തോഷം. മസ്കറ്റിൽ എത്ര നാളായി? മസ്കറ്റിൽ ഇപ്പോൾ ഞാൻ വന്നിട്ട് 2007 വന്നതാണ്. ഇപ്പോൾ ഒരു 15 വർഷം ആവുന്നു. അതെ, 2007 തൊട്ട്. അപ്പം സന്തോഷം, സുഖം. മസ്കറ്റിലെ വെള്ളം പിടിച്ചു എന്ന് പറയാം. അതെ. ഈ സംഗീത ലോകത്തേക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? സംഗീത യാത്രയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സംഗീത യാത്രയെ പറ്റി ഞാൻ പറയുമ്പോൾ എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കൾ ഇവിടെ മസ്കറ്റിലെ പാട്ടുകാരുണ്ട്. നല്ല ഗായകരാണ് അവർ. അപ്പോൾ അവരാണ് എന്നെ സംഗീത ലോകത്തേക്ക് കൊണ്ടുവന്നു പറയാം. അതിൽ എടുത്തു പറയാവുന്ന കുറേയധികം പേരുണ്ട്. അത് പാട്ടുകാരികളുണ്ട്, പാട്ടുകാരന്മാരുണ്ട്. നല്ല സുഹൃത്തുക്കളാണ്, നല്ല പാട്ടുകാരാണ്. ഇവിടുത്തെ മസ്കറ്റിലേക്ക് പല വേദികളിലും നന്നായിട്ട് പാടുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പാടാൻ അവസരം കിട്ടി. അവർ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന പാട്ടുകൾ പാടിയാൽ നന്നായിരിക്കും, എല്ലാവർക്കും എല്ലാ പാട്ടും പാടാൻ പറ്റും, നമ്മുടെ വോയിസിന് പറ്റുന്ന പാട്ട് ഏതാണ് സെലക്ട് ചെയ്ത് അവർ തരുമായിരുന്നു. ചിലപ്പം ചില മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ അവരൊക്കെ കറക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ സംഗീതം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും, പണ്ടേ ഉള്ളത് ചെറുപ്പകാലം മുതലുണ്ടായിരുന്നെങ്കിലും ചെറുപ്പകാലത്ത് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ പ്രോത്സാഹനങ്ങൾ നമ്മുടെ ബ്രദേഴ്സ് ആയാലും, എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട് ഇവിടെ, ഞങ്ങൾ 4 ബ്രദേഴ്സാണ്. അപ്പം അവരൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അങ്ങനെ സംഗീതം അങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ ഞങ്ങളുടെ പാട്ടുത്സവം പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പാടാമോ? ഒരു പാട്ട് പാടാം. പാട്ട് പാടാനാണല്ലോ വന്നിരിക്കണേ. ഇപ്പം ഞാൻ പാടാൻ പോകുന്ന പാട്ട് നമ്മൾ പപ്പാ കേത്തെ എന്നുണ്ടൊരു ഹിന്ദി പടം, അതിലെ പാട്ടാണ്. അത് പാടിയിട്ടുള്ള ഉദിത് നാരായണനാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, റൈറ്റ്. घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर. कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर. घर से निकलते ही कुछ
दूर चलते ही रास्ते में है उसका घर। कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर। घर से निकलते ही मासूम चेहरा नीचे निहाए, बोली सी लड़की बोली अदाए। ना अप्सरा है ना वो परी है, लेकिन ये उसकी जादूगरी है। दीवाना कर दे वो एक रंग भर दे वो, शर्मा के देखे चितर। घर से निकलते ही कुछ दूर चलते, रास्ते में है उसका घर। लड़की है जैसे कोई पहेली, कल जो मिली मुझको उसकी सहेली। मैंने कहा उसको जाके ये कहना अच्छा नहीं है यूं दूर रहना। कल शाम निकली वो घर से टहलने को, मिलना जो चाहे अगर। घर से निकलते ही कुछ दूर चलते, रास्ते में है उसका घर। कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर। Thank you. വാവ്, വണ്ടർഫുൾ Thank സോങ്. you. Thank you. നല്ലൊരു സോങ് സെലക്ഷനും. അതിനെ ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. എന്തായാലും പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ നാട്ടിലെവിടെയാണ് ചേട്ടൻ? നാട്ടിൽ ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട ഓക്കെ. കല്ലേറ്റുങ്കര ഗ്രാമമാണ്. ആഹാ. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലമാണ് കല്ലേറ്റുങ്കര. ഓക്കെ. കുട്ടിക്കാലം മുതൽ തന്നെ ഈ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു? കുട്ടിക്കാലം മുതൽ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു. മ്യൂസിക്കിനോട് താല്പര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മ്യൂസിക് ഉണ്ടായിരുന്നു എപ്പോഴും. അതെ അതെ. പക്ഷേ ശാസ്ത്രീയമായിട്ട് മ്യൂസിക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 ബ്രദേഴ്സാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ബ്രദർ ശരിക്കും സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്. പുള്ളിക്കാരൻ US-ലാണ് സെറ്റിൽഡാണ്. അദ്ദേഹം മാത്രം സംഗീതം പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഉള്ളിലൊക്കെ സംഗീതം എല്ലാവരുടെ മനസ്സിലുണ്ട്. ചെറുപ്പം മുതൽ എന്തോ
അതിന് പ്രോത്സാഹനങ്ങൾ നാട്ടിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം, പക്ഷെ മസ്കറ്റിൽ വന്നപ്പോൾ നല്ല പ്രോത്സാഹനം കിട്ടി. തീർച്ചയായിട്ടും. അപ്പം അതാണ് നമ്മുടെ ചെറുപ്പകാലത്തെ ഒരു ഇത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംഗീത ലോകത്ത് മാത്രമല്ല ഇവിടെ ബാക്കി പല കലാപ്രവർത്തനങ്ങളിലും വളരെ സജീവമായ ആളാണ് ചേട്ടനെന്ന്. അപ്പോൾ സംഗീതമല്ലാതെ മറ്റുള്ള കലാപ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറയില്ല, മെയിൽസിൽ മെയിൻ കോഴ്സ് അതെ, എന്നെ സംബന്ധിച്ച് അത് നാടകമാണ്. സ്റ്റേജിലാണ് ഞാൻ ശരിക്കും ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ ഞാൻ 6ാം ക്ലാസ് മുതൽ മോണോ ആക്ട് ഉണ്ടായിരുന്നു. പല നാടകങ്ങളിൽ, സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മോണോ ആക്ടിൽ ഫസ്റ്റായിരുന്നു. ജില്ലാ യുവജനോത്സവത്തിന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ യുവജനോത്സവത്തിൽ. പിന്നെ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ആനിവേഴ്സറികളിലും നാടകങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ചില നമ്മുടെ അമേച്വർ നാടക സമിതികളിലൊക്കെ നാടകം കളിക്കാനുള്ള അവസരങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓടിച്ചില്ലാറുണ്ട്. കിലോമീറ്ററോളം സൈക്കിൾ ഓട്ടി പോയിട്ടുണ്ട് റിഹേഴ്സൽ ക്യാമ്പുകളിലൊക്കെ. നാടകം ബ്ലഡിലുള്ളതാണ്. 14 കിലോമീറ്റർ വരെ ഒരു ദിവസം രാത്രി അപ്പ് ആൻഡ് ഡൗൺ പോയി. 28 കിലോമീറ്റർ പോയിട്ട് റിഹേഴ്സലിന് വന്നിട്ടുണ്ട്. അപ്പം ചാലക്കുടിയിലെ കലാശിക എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ചില നാടകങ്ങൾ ഞങ്ങൾ തട്ടിക്കൂട്ടി എടുത്ത് മേക്കപ്പ് ചെയ്തെടുത്ത് അതൊരു വർഷം അമ്പലവും പള്ളികളൊക്കെ ആയിട്ട് ഒരു 10-12 കളികളൊക്കെ കളിക്കുന്ന അങ്ങനെയുള്ള കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പഠനത്തോടൊപ്പം ക്രൈസ്റ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് റൈസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെ അതാണ് ശരിക്കും നമ്മൾ ഇവിടെ നമ്മുടെ മസ്കറ്റിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ചില സ്കിറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നാടകത്തിൽ അഭിനയിക്കാനുള്ള വീണ്ടും ഒരു അവസരം നമുക്ക് ലഭിച്ചത് കൊറോണയ്ക്ക് തൊട്ട് മുൻപാണ്. എന്ന് പറഞ്ഞാൽ 2019 അവസാനം 2020 നമ്മൾ പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് നമ്മളവിടെ കംപ്ലീറ്റ് ലോക്കാക്കിയത്. അപ്പോൾ ഇനിയും സ്റ്റേജുകൾ സജീവമാകുമ്പോൾ നമ്മളവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും സന്തോഷം. നമുക്ക് ആ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ചേട്ടൻ്റെ ഒരു നാട്ടിലുള്ള നാടക പ്രവർത്തനങ്ങളെക്കുറിച്ചും ചേട്ടനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടാലോ. എൽസ മാഷെക്കുറിച്ച് 2 വാക്ക് പറയുക എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു സംഗതിയാണ്. ഹൈസ്കൂൾ തലത്തിൽ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ മാഷ് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന വക്കീൽ പണിക്ക് അടിത്തറ പാകാൻ കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി എന്നതിലുപരി എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള എൽസ മാഷെ വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് അറിയാവുന്നതാണ്. കുടുംബ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തി, അതുപോലെ താനുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തി എന്നതിലൊക്കെ ഉപരി കലയെയും സാഹിത്യത്തിനെയും ജീവിതത്തിന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നതാണ് ഏറെ എടുത്തു പറയേണ്ട ഒരു സംഗതി. അത് പറയുമ്പോൾ മാഷെ ഞാൻ ഓർത്തെടുക്കുന്ന ഏറ്റവും ആദ്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് സ്കൂൾ തലത്തിൽ മിമിക്രിയിലും മോണോ ആക്ടിലും നാടകത്തിലും പ്രസംഗ മത്സരങ്ങളിലെല്ലാം തന്നെ സമ്മാനങ്ങൾ വാരിക്കിട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആദ്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്ത് അന്ന് ഞാൻ സ്കൂളിലും അദ്ദേഹം കോളേജിലുമാണ്. ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് ലെവൽ വരുന്ന നാടക മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലൊക്കെ തന്നെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി വന്നിട്ടുള്ള ആ കാര്യങ്ങൾ ഞങ്ങൾ കുട്ടികളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഞങ്ങളുടെ ബന്ധത്തിലുണ്ടായിട്ടുണ്ട് എന്നതൊഴികെ 38-39 വർഷമായിട്ട് അടുത്തറിയുന്ന എൽസ മാഷ് ജീവന തുല്യം സ്നേഹിക്കുന്ന 2 കാര്യങ്ങൾ, അത് നാടകവും മ്യൂസിക്കുമാണ്. ആ മേഖലയിൽ ജീവിതത്തിൻ്റെ വല്ലാത്ത ജോലി തിരക്കിനിടയിലും അദ്ദേഹം ആ കലയെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിദേശത്തെ ജോലി തിരക്കിനിടയിൽ വീണ് കിട്ടുന്ന ഓരോ നിമിഷവും പാട്ടുപാടാനും അതുപോലെ തന്നെ നാടകം മറ്റുമായിട്ടുള്ള കലയുമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുപോകാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ആ പരിപാടികൾ നടത്തുന്നതിൻ്റെ
വീഡിയോസ് ചിലപ്പോഴൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്. അതിൽ നിന്നൊക്കെ ഓരോ ദിനം പ്രതി അദ്ദേഹം മെച്ചപ്പെട്ടു വരുന്നതായിട്ട്, പാട്ടുപാടന രംഗത്തും ഒക്കെ മെച്ചപ്പെട്ടു വരുന്നതായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പറഞ്ഞാൽ തീരാത്ത അത്രയും വാക്കുകൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത്രയേറെ ആത്മബന്ധമുള്ളൊരു വ്യക്തിത്വമാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന എൻ്റെ ഗുരുവായിട്ടുള്ള എൽസ മാഷെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് എനിക്ക് നിങ്ങളോട് മുന്നിൽ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ. ശരിക്കും പറഞ്ഞാൽ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ജയന്തി എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം പറഞ്ഞതുപോലെ പുള്ളിക്കാരി ഒരു നല്ല പാട്ടുകാരിയാണ്. ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതിനുശേഷം പഠിച്ചു. പുള്ളിക്കാരി അഡ്വക്കേറ്റായി, പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, പൊളിറ്റിക്സിൽ സജീവമാണ് ആള്. എന്തായാലും നമ്മളെപ്പറ്റി അല്പം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ജയന്തിയുടെ ആ ഒരു ഇത് എനിക്ക് എന്തായാലും അവസരോചിതമായിട്ട് ഇട്ടതിൽ നന്ദി. അതെ, നമുക്കും ആ ഒരു ജയന്തി മാഡം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ്റെ ഡീപ്നെസ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മലയാളം സോങ് ഇനി പാടിയാലോ? നമുക്ക് മലയാളം സോങ് പാടാം. യെസ്, ഒരു മലയാളം സോങ്. തുലാവർഷം എന്ന ചിത്രം. തുലാവർഷം എന്ന ചിത്രത്തിലെ കേളി നളിനം എന്ന പാട്ടാണ്. പഴയ പാട്ടാണ്. കേളി നളിനം യേശുദാസ് പാടിയിട്ടുള്ള പാട്ടാണ്. ഇതിലെ രംഗം വളരെ നല്ലൊരു രംഗമാണ്. അതായത് ഇതിൽ സുധീർ, പഴയ നടൻ സുധീറും ശ്രീദേവിയാണ് അഭിനയിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാടാണ്. അപ്പം നമുക്ക് കേളി നളിനം ഒന്ന് കേളി നളിനം വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ പ്രീളാവതിയാ ഉണരുമോ മയങ്ങും മനസ്സിൽ സരസിൽ നീ കേളി നളിനം വിടരുമോ. നിശാനൃത്ത സോപാനത്തിൽ തുഷാരാർദ്ര ശില്പം പോലെ ഒരിക്കൽ ഞാൻ കണ്ടു നിന്നെ, ഒരു വജ്രപുഷ്പം പോലെ. നിശാനൃത്ത സോപാനത്തിൽ തുഷാരാർദ്ര ശില്പം പോലെ ഒരിക്കൽ ഞാൻ കണ്ടു നിന്നെ, ഒരു വജ്രപുഷ്പം പോലെ. തുടുത്തുവോ തുടിച്ചുവോ തളിർത്ത നാണം, വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ വേലാവതിയാ ഉണരുമോ മയങ്ങും മനസ്സിൽ സരസിൽ നീ കേളി നളിനം വിടരുമോ. മറന്നുവോ ഹംസഗീതം മതാലസ നൃത്തഗീതം, മറന്നുവോ ഹംസഗീതം മതാലസ നൃത്തഗീതം, മനസ്സുണർത്താൻ വന്ന മായാമേനകേ.
ഇതാണെൻ്റെ പ്രേമ കുടീരം ശതാവരി ചിത്രകുടീരം ഇണചേരുമാശ്ലേഷത്തിൽ ഇളം മണ്ണു പൂത്ത കുടീരം ഇതാണെൻ്റെ പ്രേമ കുടീരം ശതാവരി ചിത്രകുടീരം ഇണചേരുമാശ്ലേഷത്തിൽ ഇളം മണ്ണു പൂത്ത കുടീരം ഇവിടെ നിൻ പദസ്വരം കിലുങ്ങുകില്ലേ വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ പ്രീലാവതിയാ ഉണരുമോ മയങ്ങും മനസ്സിൽ സരസിൽ നീ കേളി നളിനം വിടരുമോ. വളരെ നന്നായി പാടി. നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലേക്കും വിദ്യാമയിലേക്കും ഒക്കെ ഒന്ന് പോയി. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു പാട്ട് സെലക്ട് ചെയ്തതിന് ആദ്യമായി തന്നെ. പിന്നെ ചേട്ടൻ അസലായിട്ട് പാടി. ചേട്ടൻ സാധാരണ ഇവിടുത്തെ വേദികളിലൊക്കെ എങ്ങനെയാണ് പാടാറുള്ളത്? കരോക്കെ വെച്ചിട്ടാണോ അല്ല റിയൽ ഇൻസ്ട്രുമെന്റ്സ് ആണോ? കരോക്കെ വെച്ചിട്ടാണ് 100% കരോക്കെ വെച്ചിട്ടാണ് പാടാറ്. നമ്മുടെ കയ്യിൽ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വലിയൊരു കരോക്കെ ശേഖരമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സുഹൃത്തുക്കൾക്ക് കൊടുക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ചില കരോക്കേസ് കിട്ടാതെ വരുമ്പോൾ അത് പൈസ കൊടുത്ത് ഓൺലൈനിൽ വാങ്ങാറുണ്ട്. ചില പാട്ടുകൾ നമുക്ക് പാടാൻ ഇഷ്ടപ്പെടും, പക്ഷെ അതിന് കരോക്കെ അവൈലബിൾ ആവില്ല. അതപ്പോൾ യൂട്യൂബിൽ തപ്പിയാലും കിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ തപ്പിയിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇത്ര പൈസ പേ ചെയ്യാൻ പറയും. എന്നിട്ട് അവരെ വിളിച്ച് ചോദിച്ച് അവരുടെ കരോക്കെ സംഘടിപ്പിക്കാറുണ്ട്. പൈസ കൊടുത്ത് വേണം. അത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പലരും എന്നെക്കാൾ നന്നായിട്ട് പാടുന്നവർക്ക് ഞാൻ കരോക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഞാൻ കരോക്കെ കൊടുക്കാറുണ്ട്. അതിൽ പറയാവുന്ന ചില ആളുകൾ സത്താറ്, അതുപോലെ തന്നെ ഇവിടെ മുമ്പ് പാടിയിരുന്ന നമ്മുടെ പാട്ടുകാരെ സുഹൃത്തുക്കൾ മുഹമ്മദ് അലി, സിമി, ധന്യ, വേറൊരു ധന്യാണ്. ഓക്കെ, ഇവരൊക്കെ നല്ല പാട്ടുകാരാണ്. നമ്മുടെ ഇവിടുത്തെ കാർത്തിക, ഞങ്ങൾ ഒരുമിച്ച് പല വേദികളിൽ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ലൈഫിൽ ആദ്യമായിട്ട് ഈ വർഷം ഏപ്രിൽ മാസം വെക്കേഷൻ നാട്ടിൽ പോയി. അപ്പം മോള് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ പോയി. അവിടെ ചെന്ന് 1 മാസത്തെ ലീവിന് പോയതാണ്. 1 മാസത്തെ ലീവിന് പോയി അവിടെ ചെന്ന് പെട്ടു. ജാങ്കോ നീ അറിഞ്ഞ പെട്ടു, അവിടെ പെട്ടു. അങ്ങനെ അവിടെ പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു നമുക്കിങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ലൈവ് വായിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവരൊന്ന് പോയി പരിചയപ്പെടാമെന്ന് പറഞ്ഞു. അന്നൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ലോക്ക്ഡൗൺ ഒന്നും ഇല്ലാത്തൊരു ദിവസം പോയി തൃശ്ശൂർ ടൗണിൽ ഒരു വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അവിടെ ഒരു 7-8 പാട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ പാട്ടുകാരെക്കാളേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ നിന്ന് വായിക്കാൻ വന്നിരുന്ന ആളുകൾ. ഗിറ്റാറിസ്റ്റ് ഒരു തോമസ് ഏട്ടൻ, പിന്നെ ഒരു PJ ആന്റണി, അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു കീബോർഡിസ്റ്റാണ്. പിന്നെ ഡ്രം വായിക്കുന്ന ഒരാൾ, ഒരു ജേക്കബ് ഏട്ടൻ, അജയ് ഘോഷ്. ഇവരൊക്കെ വലിയ വലിയ പാട്ടുകാരുടെ പ്രോഗ്രാംസിന് വായിക്കാൻ പോകുന്ന ആളുകൾ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അനുഭവം, അവർ 85-ൽ മസ്കറ്റിൽ വന്നിട്ടുണ്ട് പ്രോഗ്രാമായിട്ട്. ജയേന്ദ്രന്റെ കൂടെയോ വായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെട്ടു. അവിടെ 3-5 പാട്ട് റെക്കോർഡ് ചെയ്തു. അതൊരു വലിയ അനുഭവമായിരുന്നു. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും കരോക്കെ വെച്ച് പാടാൻ നമുക്ക് തോന്നില്ല. വലിയൊരു സംഭവം. അപ്പൊ ആ ദിവസങ്ങളെ കുറിച്ച് പറയാൻ നമ്മുടെ കൂടെ ഇന്ന് ഒരാളുണ്ട്. നമ്മുടെ ഗിറ്റാറിസ്റ്റ് തോമസ് ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. നമസ്കാരം, എൻ്റെ പേര് PD തോമസ്. ഞാനൊരു ഗിറ്റാറിസ്റ്റ്, മ്യൂസിക് കമ്പോസർ കൂടിയാണ്. ടോപ്പ് ഗ്രേഡ് മ്യൂസിക് കമ്പോസറാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ. ഞാൻ 1985-ൽ ശ്രീ കുതിരവട്ടം പപ്പു ഉണ്ണിമേനോൻ ടീമിൻ്റെ കൂടെ ഞങ്ങൾ മസ്കറ്റിൽ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അവിടെ നിന്നും ഒരു സുഹൃത്തായിട്ട് പരിചയം എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതായത് മിസ്റ്റർ എൽസൺ. ഞങ്ങളൊരു യൂട്യൂബ് പ്രോഗ്രാം തുടങ്ങി. അതിൽ പങ്കെടുക്കുന്നതിനായി ശ്രീ എൽസണെ പരിചയപ്പെട്ടു. അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്, നല്ല പെർഫോമറാണ്. മറ്റ് ഗായകരിൽ നിന്ന് വിട്ട് ടഫായിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അതെങ്ങനെ വിജയിപ്പിക്കാം എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശ്രീ ശങ്കർ മഹാദേവൻ്റെ നാട്ടുപാട്ട് എന്നൊരു പാട്ടാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അത് നൊട്ടേഷനൊക്കെ എഴുതി വന്ന് ഞങ്ങൾ പ്രാക്ടീസ് നോക്കുന്നതിന് മുന്നേ ഇപ്പോൾ കീബോർഡ് പ്ലെയർ പറഞ്ഞു ഇത് പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിക്കാൻ വിഷമമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മിസ്റ്റർ എൽസൺ പറഞ്ഞു അത് നമുക്ക് ഒരു പ്രാവശ്യം പാടി നോക്കിയിട്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പാടി നോക്കിയപ്പോൾ ഈ പാട്ട് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പോലെ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനായിരുന്നു. ഗംഭീര പ്രസൻറ്റേഷൻ. അത് കഴിഞ്ഞ് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു ഫലിതം പറഞ്ഞിരിക്കും.
ആ ഫലിതം കേട്ട് ചിരിക്കാത്ത മനുഷ്യൻ ഉണ്ടാവില്ല. ഉടനടി പിന്നെ ടീ ബ്രേക്കിന്റെ സമയം അദ്ദേഹത്തിന്റെ തമാശകളുടെ പൂരാണ്. ചായക്കല്ല മധുരം, അദ്ദേഹത്തിന്റെ തമാശകൾക്കാണ് മധുരം. ടീ ബ്രേക്ക് കൂടി വന്നു ഇദ്ദേഹത്തിന്റെ തമാശ കേൾക്കാൻ വേണ്ടിയിട്ട്. അത്രയും രസികനാണ് അദ്ദേഹം. അദ്ദേഹം എപ്പോഴും പറയും, ദൈവം നമ്മളെ ഈ നാട്ടിലേക്ക് വിട്ടിട്ടുള്ളത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ദുഃഖിക്കാൻ വേണ്ടിയല്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവും അദ്ദേഹത്തിനുണ്ട്. ആ കഴിവ് എന്നും അദ്ദേഹത്തിന് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമസ്കാരം. തോമസ് ചേട്ടൻ നമ്മൾ ചില ആളുകളായിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു വേവ് ലെങ്ത് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വലിയൊരു ആ സദസ്സ് ഞങ്ങൾ വലിയൊരു എന്താ പറയുക ലൈവ് ആക്കാൻ പറ്റിയാണ്. ഒരു എന്താ പറയുക അങ്ങനെ കഴിവുള്ള കുറവുള്ള ആൾ കൂടുതലുള്ള ആൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈക്വലായിട്ട് നമ്മൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് രസകരമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. അതെ അതെ, അവരെ പരിചയപ്പെടാൻ കഴിഞ്ഞതും അവരോടൊപ്പം പാട്ട് പാടാനൊക്കെ കഴിഞ്ഞത്. അതെ അതെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവാം എത്രമാത്രം നിങ്ങൾ അവിടെ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ നേരത്തെ മോളെ പറ്റി പറഞ്ഞു, അപ്പോൾ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും കുടുംബത്തെ പറ്റി പറയണല്ലോ. അതെ, വീട്ടിൽ ഞാൻ, എൻ്റെ സഹധർമ്മിണി മിനി എൽസൺ, പിന്നെ മോള് അനീറ്റ എൽസൺ, ഞങ്ങൾ 3 പേരടങ്ങുന്നതാണ് കുടുംബം. പിന്നെ ഞങ്ങളുടെ അമ്മയുണ്ട്, അമ്മ ഇവിടെ മസ്കറ്റിലുണ്ട്. ഞങ്ങളുടെ 2 ബ്രദേഴ്സ് ഇവിടെ ഉണ്ട്. മോള് നാട്ടിൽ വർക്ക് ചെയ്യണം. 12th വരെ മസ്കറ്റിലുണ്ടായിരുന്നു. ISD-യിലാണ് പഠിച്ചത്. ആളൊരു സ്പോർട്സ് താരമാണ്, ISD-യിലത്തെ പഴയ സ്പോർട്സ് താരമാണ്. 12th കഴിഞ്ഞ് മോള് നാട്ടിൽ പോയി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്യണം, അലയൻസ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യണം. വൈഫ് വീട്ടിൽ ഹോം മേക്കറാണ്. അതൊരു വലിയ ജോലിയാണല്ലോ. തീർച്ചയായിട്ടും 24/7 ആണ് അത്. ഇപ്പൊ നിയമങ്ങൾ വരാൻ പോകുന്നുണ്ട്, അവർക്ക് സാലറി കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ സാലറി തിരയുന്നു. അതാണ് കുടുംബം. അതെ. മോളെങ്ങനെയാ ഈ സംഗീതമായിട്ട് ബന്ധമുണ്ടോ? മോൾക്ക് സംഗീതം ചിലപ്പോൾ എന്നെ കറക്റ്റ് ചെയ്യും ആള്. എല്ലാവരും കറക്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ മോള് കുറച്ച് കൂടുതൽ ഉണ്ട്. അതെ അതെ, പുള്ളിക്കാരി ചില പാട്ടുകളൊക്കെ പാടാറുണ്ട്. സെലക്റ്റീവ് ആയിട്ട് ആള് ഹിപ്പ് ഹോപ്പ് വോയിസ് ആണ് കുറച്ച്. അപ്പൊ അതില് മോഡേൺ സോങ്സിനോടൊക്കെയാണ് താല്പര്യം. ഇപ്പോ ജെറ ജെറ ആ പാട്ടൊക്കെ നന്നായിട്ട് പാടും. അപ്പൊ അതാണ് ലൈഫ്. അവരിപ്പോ നാട്ടിലാണ് ഇപ്പം. അപ്പോൾ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇങ്ങനൊരു പാട്ടുത്സവത്തിൽ വന്നതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഒരു പാട്ടോട് കൂടി തന്നെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഇനി പാടാൻ ഉദ്ദേശിക്കുന്നത്? വീണ്ടും ഒരു ഹിന്ദിയോടാണ് കൂടുതൽ എന്നല്ല, നാട്ടുകാർ പറഞ്ഞു ഹിന്ദി പാടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് ഞാനൊരു ഹിന്ദി തീർച്ചയായിട്ടും നമ്മൾ കേൾക്കാൻ റെഡിയാണ്, വെയിറ്റിംഗ് ആണ്. ഈ ഹമേ തുംസെ പ്യാർ കിത്ന എന്നുള്ള പാട്ടാണ്, കിഷോർ കുമാർ പാടിയിട്ടുള്ള പാട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. തീർച്ചയായിട്ടും. താങ്ക്സ് എ ലോട്ട്. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार
कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार। चलता है दिल, बड़ी मुश्किलों से फिर संभलता है दिल। क्या क्या जतन करते हैं तुम्हें क्या पता, ये दिल बेकरार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार। വളരെ നല്ലൊരു പാട്ട്, വളരെ ഭംഗിയായിട്ട് പാടി, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സോങ് തന്നെയാണത്. നമ്മുടെ പ്രേക്ഷകരും നന്നായി തന്നെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളോടുകൂടെ വരാനും അതുപോലെ തന്നെ ഈ ഒരു സമയം പാട്ടുത്സവം സീസൺ 2 വേണ്ടി തരാനും അദ്ദേഹം കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ടാലൻറ്റ് സ്പേസ് ഇൻ്റർനാഷണലിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവസരം നൽകിയ, ഒരു ചാൻസ് നൽകിയ ടാലൻറ്റ് സ്പേസിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ധന്യക്കും എൻ്റെ നന്ദി. താങ്ക്സ് ലോട്ട്. വീണ്ടും കാണാം. സംഗീത പ്രേമികൾക്ക് പാടുവാനായി ഒരു പിടി നല്ല ഗാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു സംഗീത കലാകാരനുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ധന്യ മനോജ് സൈനിങ് ഓഫ്. ബൈ.